ഈ ആയത്ത് ഇവിടെ വെക്കുമ്പോൾ ഒറ്റൊരു കാര്യം കൂടി ആലോചിച്ച് പറയുകയാണ്. ആഘോഷങ്ങളുടെ തിമിർപ്പുകളാണ് നമ്മൾ ഇന്ന് നടത്തുന്നതെല്ലാം. ഒരു ഭാഗത്ത് മുസ്ലിം ലോകം ഒരു ഉരുള പോലും വേണ്ട പോലെ ചിന്തിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാരണം ഒരു ഉരുളക്ക് വേണ്ടിയെങ്കിലും ഒരു അല്പനേരം തരുമെങ്കിൽ അതിനായി ഒരു അല്പ ഭക്ഷണം ലഭിക്കുമെന്ന ഒരു സമയത്തെങ്കിലും അനുവദിച്ച് കിട്ടുമെങ്കിൽ അതിനായി കെഞ്ചിച്ചെന്ന് ഭക്ഷണത്തിന്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വന്തം ജനനേന്ദ്രിയങ്ങളിലേക്ക് പോലും നേർക്ക് നേരെ വെടി ഉയർത്തുന്ന, വെടിവെച്ച് കൊല്ലും വിധത്തിലുള്ള ക്രൂരമായി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട് അങ്ങ് ഫലസ്തീനിലെ ഗസയിൽ. മുസ്ലിം സമൂഹം ഇങ്ങനെ ആഹ്ലാദത്തിന്റെ തിമിർപ്പിൽ തടിച്ചു കൊഴുത്ത് ജീവിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒരു വിരല് പോലും മനക്കാൻ പോലും കഴിയാത്ത വിധം തിമിർത്താടുന്ന ഘട്ടത്തിലാണ് ആ കുഞ്ഞുങ്ങളുടെ നിരന്തരമായ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഒന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവനവന്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് തന്റെ വായിലേക്ക് വക്കുന്ന ഭക്ഷണം പോലും, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ യുവാക്കളോടാണ് ഞാൻ പറയുന്നത്, തൊണ്ടയിൽ കുരുങ്ങിപ്പോകും. അത്ര ഭീകരമാണ്. മുഅ്മിനീങ്ങളെ, മറ്റൊരു സമൂഹം എന്ന നിലയിൽ ഈ ഉമ്മത്തിന്റെ വേദന തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് പോലും എത്രമേൽ ഭീകരമാണ്. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അത്ര വലിയ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നടത്തുന്ന, പലപ്പോഴായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിവാഹങ്ങളെ കുറിച്ചൊക്കെ. ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഞാൻ പലപ്പോഴായി ഈ പുതിയകാവിന്റെ ഈ പീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിവാഹം ഏറ്റവും പവിത്രമാകേണ്ട ഒന്നാണ്, ഏറ്റവും പവിത്രമായി നടക്കേണ്ട ഒന്നാണ്. അത് പരസ്യമാക്കണമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് നിങ്ങൾ പരസ്യമാക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ വിളിക്കണം, അവർക്ക് നിങ്ങൾ സുഭിക്ഷമായ സുന്ദരമായ ഭക്ഷണം കൊടുക്കണം, അല്പമൊക്കെ സന്തോഷിക്കാൻ സാധ്യമാകുന്ന തരത്തിൽ സന്തോഷങ്ങൾക്ക് അതിനൊക്കെ ഇടം കൊടുത്തുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ ഊശ്വരമായ മരുക്കാട്ടിൽ ഒറ്റപ്പെടുത്തി നിർത്തുന്നൊന്നുമില്ല പരിശുദ്ധമായ ദീൻ. നിങ്ങൾ പാടണ്ട, നിങ്ങൾ സർഗാത്മകമായി ചിന്തിക്കേണ്ട, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ മാത്രം പേടിച്ച് ഒരുങ്ങി മരിച്ചാൽ മതി. അങ്ങനെയൊന്നും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നില്ല. റബീഅൽ ഖുലൂബ സഅഅത്തുൻ ഫസഅ, ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ആനന്ദിപ്പിക്കുമെന്ന് പഠിപ്പിച്ചതും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിരുന്ന് പാട്ടുപാടി അവർ ഖുർആൻ പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സമയം സഹാബത്ത് ചോദിച്ചു, നബിയെ, കുറച്ചു മുമ്പ് ഇവിടെ ഖുർആൻ ഓതിയതല്ലേ, പിന്നീട് പാട്ടുപാടി ഖുർആൻ ഫീ മജ്ലിസ്, കുറച്ചു മുമ്പ് ഇവിടെ ഖുർആൻ ഓതിയതല്ലേ, പിന്നെ ഇവിടെ പാട്ട് പാടുകയോ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അതെ, കുറച്ചു നേരം ഖുർആൻ കേൾക്കാം, കുറച്ചു നേരം പാട്ട് കേൾക്കാം. പാട്ട് പാടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഒന്ന് നല്ല പാട്ട് പാടാം. അത് എങ്ങനെയുള്ള പാട്ടായിരിക്കണം? പാരത്രിക ജീവിതത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്ന ആരോഗ്യപരമായിട്ടുള്ള സർഗാത്മകതയെ അല്ലാഹു എതിർത്തിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ നിക്കാഹിന്റെ ഇടയിൽ നല്ല പാട്ട് പാടാൻ പെൺകുട്ടികൾ വന്നു. ആ പാട്ട് പാടുന്ന നേരത്ത് ബദരീങ്ങളെ കുറിച്ച് പാട്ട് പാടുന്ന നേരത്ത് അങ്ങോട്ടേക്ക് കടന്നു വന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പാട്ട് പാടരുതെന്ന്. അപ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളുടെ ആ പാട്ടിന്റെ ശൈലി അങ്ങോട്ട് മാറ്റി, വഫീനാ നബിയ്യുൻ യഅലം മാ ഫീ ഗദ് എന്ന് പാടാൻ തുടങ്ങി. അതുവരെയും അവർ അവിടെ പാടിയിരുന്നത് ബദരീങ്ങളെ കുറിച്ചാണ്. അവരുടെ ദഫ് മുട്ടി അങ്ങനെ വരെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
ഒട്ടും സന്തോഷിക്കണ്ട, സവ്വജതുക വഅൻകഹതുക എന്ന് പറഞ്ഞ് ദുആയെന്ന് പോയാൽ മതി എന്നല്ല. റഖസ് വരെ പറഞ്ഞു. റഖസ് എന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തെ പ്രത്യേകമായ ഒരു ചലനത്തിന് വിധേയമാക്കുന്ന ഒരു നൃത്ത രീതിയാണ് റഖസ്. നേരെ മലയാളത്തിൽ അർത്ഥം വെച്ചു കഴിഞ്ഞാൽ നൃത്തമെന്ന്. പക്ഷേ ഞാൻ നേരെ മലയാളത്തിൽ ആ നൃത്തമെന്ന് പറയാൻ ഞാൻ പേടിക്കുന്നത്, പിന്നെ അത് മതി ഇല്ലേ? അഭിഷക്കാരായ ഒരു പറ്റം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ വരുമ്പോൾ അവരുടെ നൃത്യാഭ്യാസവും ആയുധാഭ്യാസവും കാണാൻ വേണ്ടി അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, കൊച്ചു പെണ്ണാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുപോകുന്നത് ഹദീസിന്റെ കിതാബുകളിൽ എന്റെ പ്രിയമുള്ളവരെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ചില സന്തോഷങ്ങളെ ഒട്ടും അനുവദിക്കാതെ അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണം, അങ്ങനെ നടക്കണം. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, ഇത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോയി. ഇത് ഇന്നിപ്പോൾ പറയാൻ ചിന്തിച്ചത്, വണ്ടി എത്രയോ മുമ്പിൽ പോയി, ഇനി കൈ കാണിച്ചിട്ട് എന്താണ് കാര്യം? ആലോചിച്ചു പോയി. എത്രയോ മുമ്പേ കഴിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ നല്ല കോടീശ്വരനായ മുതലാളിയായ വാപ്പ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഷർട്ട് ഇടണമെന്ന് തീരുമാനിക്കുക, അയാൾ എങ്ങനെ നിൽക്കണമെന്ന് തീരുമാനിക്കുക, അയാൾ എങ്ങനെ ചിരിക്കണമെന്ന് ആര് തീരുമാനിക്കണം? അയാൾ തീരുമാനിക്കരുത്. മറിച്ച് ആരാണ് തീരുമാനിക്കേണ്ടത്? അയാൾ ഒരു അടിമയെ പോലെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു കൊള്ളണം. അതിനൊക്കെ കൂടി അയാൾ തന്നെ ക്യാഷ് കൊടുത്ത് നിർത്തിയ ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളുടെ നിർദ്ദേശം അയാൾ കേട്ടുകൊള്ളണം. അങ്ങനെ ആയി കഴിഞ്ഞു. അതിനെ ഹലാല് ഹറാമുകൾ എന്ന് പറയോ? അതൊക്കെ ഇവിടെ ചിന്തനീയം പോലുമല്ല. ഞങ്ങൾ എന്താണോ ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ അത് കേട്ടോളണം. ഇല്ലെങ്കിൽ നിങ്ങൾ അപരികൃതരായി പോകുമെന്ന് നിങ്ങളുടെ ഭാര്യ മുദ്രകുത്തും, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുദ്രകുത്തും. അപ്പോൾ ഒരു ഷണ്ടനെ പോലെ നിന്ന് കൊടുത്തോളണം. അതിനേക്കാളും മനോഹരമായ ഒരു പദപ്രയോഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെറും ഷണ്ടനായി, കോടികളുടെ സമ്പത്തുണ്ടായിട്ട് ഒരു ഷണ്ടനായി നിന്ന് കൊടുത്തുകൊള്ളണം. ഞാൻ ഈ പറയുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ അവർ ചെയ്യേണ്ട നന്മകളൊക്കെ, നമ്മളൊക്കെ ചെയ്യേണ്ട സ്വാഭാവികമായും ആളുകളെ വിളിക്കുമ്പോൾ കൊടുക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചും ഒന്നുമല്ല എന്റെ പ്രിയമുള്ള, അതൊക്കെ നടക്കേണ്ടതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ക്ഷണിക്കുകയാണ്, നിക്കാഹിനല്ലാട്ടോ. അതിനേക്കാളും പ്രധാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നു. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്, എന്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. ഇന്ന് അതൊക്കെ പോയി. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറ്, നമ്മുടെ നാട്ടിലെ മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ കുടുംബത്തിലെ കാരണവന്മാരെല്ലാം ഇരുന്ന് ആ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്ത് നടക്കണം, എങ്ങനെ നടക്കണം, അതിനു വേണ്ട ക്ഷണിക്കേണ്ട ആളുകൾ, അതിനെ തീയതി നിശ്ചയിക്കുക, അതിനേക്കാണ് നിശ്ചയം എന്ന് പറഞ്ഞത്. ഇന്നതൊക്കെ പോയി. ഇപ്പോ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും നിക്കാഹ് എന്ന് പറയുമ്പോ സവ്വജതുക വഅൻകഹതുക എന്ന് പോലും പറയാതെ നടക്കാതെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് എടുത്തു പൊക്കിയിട്ട് ഫോട്ടോ എടുക്കണം. കൊണ്ടുവരുന്ന വലിയ ചോക്ലേറ്റ് മിഠായികൾ ഈ തൃശ്ശൂർ പൂരത്തിലൊക്കെ കാണുന്നത് പോലെ പൊക്കി വെച്ചുകൊണ്ട് വെച്ച സാധനം, പുതിയാപ്പിളയെ വരാൻ പോകുന്ന ചെറുപ്പക്കാരൻ കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിൽ ഒരു 1.5 ലക്ഷത്തിന്റെ ഫോൺ കൊടുത്താൽ ഭംഗിയായി. അതൊക്കെയാണ് ഇന്ന് സുന്നത്ത്. ഇസ്ലാമിന്റെ പല ആഘോഷങ്ങൾക്കും തെളിവുകൾ ചോദിക്കുന്നവർ ഈ നിക്കാഹിന്റെ പേര് നടക്കുന്ന പേരുകൾക്ക് എവിടെ നിന്ന് തെളിവ് നിങ്ങൾക്ക് ലഭിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നു. അവിടെ പറയുകയാണ്, നബിയെ, എന്റെ വീട്ടിൽ മകളുടെ നിശ്ചയമാണ്, അങ്ങ് അവിടെ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കണം. ഖൈർ, നല്ലത്. അവിടെ നിന്ന് പറഞ്ഞു, ഖൈർ, നല്ലതാണ്, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണ്. രണ്ടാമത് ആ മനുഷ്യൻ വന്ന് ചോദിച്ചു, നബിയെ, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ എന്റെ മകളുടെ നിശ്ചയമായി ബന്ധപ്പെട്ട് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖഭാഗി അങ്ങോട്ട് മാറി, എന്റെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അവിടെ നിന്ന് മുഖം മാറി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും പോകേണ്ടവർ പൊക്കോളൂ, അല്ലാത്തവരിരുന്നോളൂ. അത് വല്ലാത്തൊരു അർത്ഥമുണ്ട്. വീണ്ടും 3ാമത് പ്രാവശ്യം അവിടെ നിന്ന് വന്നു.
നബി എന്റെ വീട്ടിൽ ഭക്ഷണം വച്ചിട്ടുണ്ട്, വരണം, മകളുടെ നിശ്ചയമായി ബന്ധപ്പെട്ട് ഇതൊരു ലോകമാന്യതയാണ്, ഇതിലൊരു നന്മയുമില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഇപ്പോൾ എന്താണ് ഈ പറയപ്പെടുന്ന നിശ്ചയം? അതൊക്കെ കഴിഞ്ഞു പോട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം തുടങ്ങിയാൽ എന്തൊക്കെയാണ്? മെഹന്തി, മഞ്ഞള്, ഇല്ലേ? ഞാൻ പറയുന്ന കാന്താരി മുളക് കൂടി വേണം, നന്നാവും. എന്തൊരു മോശമാണ്! ആരുടെ അടിമയാകാനാണ് നമ്മൾ പണിയെടുക്കുന്നത്? ആരോ കൊണ്ടുവന്ന വിപണി താല്പര്യങ്ങളെ അതുപോലെ തൊടാതെ വിഴുങ്ങിയാൽ നമ്മളൊക്കെ വലിയ വലിയ ആളുകളാകും എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ? ഞാൻ വീണ്ടും പറയുന്നു, ആളുകളെ നിങ്ങൾ വിളിച്ചുകൊള്ളുക, നല്ല ഭക്ഷണം വച്ചുകൊള്ളുക, പക്ഷെ എല്ലാത്തിനും ഒരു അതിര് നിശ്ചയിക്കണം കേട്ടോ. ഹറാമിന്റെ വലിയൊരു പത്തളമായി മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് ഒന്നെങ്കിലും എന്റെ പ്രിയമുള്ള പുതിയകാവ് മഹൽ അംഗങ്ങളെ ഒന്നെങ്കിലും നിങ്ങൾക്ക് തിരിഞ്ഞു നടന്നുകൂടെ? നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ അവിടെ പോകുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ചിലപ്പോൾ ദുആ ഇറക്കുന്നുണ്ട്, അല്ലാഹു അല്ലിഫ ബൈന ഹാദൈനി സൗജൈനി, ദുആ ഇറക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോഴേക്കും അവിടെ പൊട്ടിക്കലും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത്, ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു നടക്കാനെങ്കിലും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെയൊന്ന് പറയാനും ആരും ഇല്ലാതെ പോയാൽ എവിടേക്കാണ് ഈ സമുദായം പോവുക? മഹതിയായ സൈനബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന കാലത്തും ദുരന്തങ്ങൾ വരുമോ? ഖാല നഅം, ഉണ്ടാകും. സ്വാലിഹീങ്ങൾ ജീവിക്കുന്ന കാലത്തും അധാർമിക പെരുകിപ്പോയാൽ ഇവിടെ സാലിഹീങ്ങളുടെ തലയിൽ പോലും ഇവിടെ ദുരന്തങ്ങൾ അല്ലാഹു വർഷിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നിയന്ത്രണമാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഭീകരമായ അർത്ഥത്തിലേക്ക് നീങ്ങുകയാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മകനെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് സ്വർഗീയമായ ജീവിതം അങ്ങനെ നിലനിർത്തണമെന്ന ദുആ ഈ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണ്ടേ? ആ ദുആ സ്വീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ആ കല്യാണ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ടോ? അല്ലാഹുമ്മ അല്ലിഫ ബൈന ഹാദൈനി സൗജൈനി, ഈ രണ്ടുപേരെയും ഒരുമിച്ച് കൂടണം. ആരെ പോലെ? കമാ അല്ലഫ്ത ബൈന നബിയ്യിക മുഹമ്മദിൻ വ ബൈന അസ്വാജി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ആരെ പോലെ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ ഈ ഭാര്യയെയും ഭർത്താവിനെയും ഇണകളെ പോലെ കൂട്ടിച്ചേർക്കണമെന്ന് ദുആ ഇറക്കുമ്പോ ഞാനൊന്ന് പറയട്ടെ, ആ ദുആ തന്നെ ഒരു അധികപ്പറ്റായി തോന്നിപ്പോകും. ഇമ്മാതിരി കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. കോഴിക്കോട്ടേക്ക് ബസ് കയറിയിട്ട് കൊച്ചിയിലേക്ക് പോകണം ദുആ ഇറങ്ങാൻ എങ്ങനെ പറ്റും? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയിട്ട്, ഇതെല്ലാം കഴിഞ്ഞു, വിവാഹത്തിന്റെ എല്ലാ സന്തോഷങ്ങളും കഴിഞ്ഞു, 6 മാസം കഴിയുമ്പോൾ വരുന്ന ഡിവോഴ്സ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചു പോകും, അന്തം വിട്ടുപോകും. പടച്ചോൻ ഇത്ര പെട്ടെന്നോ? ഞാനൊന്ന് ചോദിച്ചു പോകും, അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഒന്ന് പൊട്ടിക്കരയാൻ പോലും കൂടെ ആരും ഉണ്ടാകില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ആരും കാണാതെ രണ്ടാമത്തെ വേറൊരു വിവാഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്ര പിതാക്കളെ നമുക്ക് കാണാനാകും? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുകയാണ്, സത്യവിശ്വാസികളോട് പറയുകയാണ്, ഫലമാകണമെങ്കിൽ നാം ഒന്നുകൂടി തിരിച്ചു നടക്കണം. ധാർമ്മികതയുടെ, നന്മയുടെ സർഗവസന്തമായി കുടുംബം മാറണോ? ഈ പറയപ്പെട്ട എല്ലാം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.